എഴുതിയറിയിക്കാൻ കാര്യങ്ങൾ 100 എഴുതുകയല്ലാതെ വേറെന്ത് വഴിയുണ്ട്? ഹോ, ഈ പണ്ടാരം പിടിച്ച ഷൂട്ട് കത്തണമില്ല. എൻ കരൾ വേദന മാറ്റാൻ എന്ത് വഴിയുണ്ട്? ഇങ്ങനെ ഞാൻ എഴുതും. ബർക്കത്ത് വാങ്ങിട്ട് പോവാന്ന് വെച്ചാൽ അവളെ കാണുന്നില്ലല്ലോ. ആമന, ആമന, അവനെ ഞാൻ കൊന്നു. ആമിനെ നശിപ്പിച്ചവനെ ഞാൻ കൊന്നു. ഇനി അവൻ ഒരു പെണ്ണിനെയും നശിപ്പിക്കാൻ പാടില്ല. അന്നേ അവന്റെ കഥ കഴിക്കേണ്ടതായിരുന്നു. എനിക്കെന്നും സംഭവിക്കട്ടെ. കൊലക്കയറിൽ എന്റെ കഴുത്ത് കുരുങ്ങുന്നതിന് മുമ്പ് എനിക്ക് ചിലത് കൂടി ചെയ്തു തീർക്കാനും. ഞാനിവിടെ നിൽക്കുന്ന ആപത്താണ്. ഞാൻ പോകുന്നു. യുവർ ഓണർ, കൊലക്കുറ്റം ആരോപിക്കപ്പെട്ട മാത്യൂസ് സ്വസഹോദരി ഘാതകനും ജീവപര്യന്തം ശിക്ഷ അനുഭവിച്ചയാളും സ്ഥലത്തെ പ്രധാനപ്പെട്ട റൌഡിയും സ്റ്റേഷൻ കേഡിയുമാണ്. ഈ പ്രതിക്ക് ജാമ്യം അനുവദിക്കുക എന്നാൽ സാക്ഷികളെ പ്രലോഭിപ്പിച്ചോ ഭയപ്പെടുത്തിയോ തെളിവുകൾ നശിപ്പിക്കാനും കൂടുതൽ കുറ്റം ചെയ്യാനുമുള്ള അവസരം ബഹുമാനപ്പെട്ട കോടതി സൃഷ്ടിക്കുക എന്നുള്ളതായിരിക്കും. അതുകൊണ്ട് ഈ കേസിന്റെ വിചാരണയും വിധിയും പൂർത്തിയാകുന്നതുവരെ പ്രതിയെ റിമാൻഡിൽ വെക്കുകയാണ് വേണ്ടതെന്ന് ഞാൻ ഗവൺമെന്റിന് വേണ്ടി ബോധിപ്പിക്കുകയാണ്. ദാറ്റ്സ് ഓൾ, യുവർ ഓണർ. യുവർ ഓണർ, പ്രതിക്ക് ജാമ്യം നിഷേധിക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് ബഹുമാനപ്പെട്ട പ്രോസിക്യൂട്ടർ ഉന്നയിച്ച വാദങ്ങൾ അടിസ്ഥാനരഹിതവും ഒരു പൗരനെന്ന നിലയിൽ പ്രതിയുടെ അവകാശങ്ങളുടെ കടുത്ത ലംഘനവുമാണ്. മറ്റൊരു കൊലക്കേസിൽ ശിക്ഷിക്കപ്പെട്ടു എന്നത് ഒരാളുടെ മൗലികാവകാശങ്ങളുടെ നിഷേധത്തിന് അടിസ്ഥാനമല്ല. സാക്ഷികളെ പ്രലോഭിപ്പിച്ചോ ഭീഷണിപ്പെടുത്തിയോ തെളിവുകൾ നശിപ്പിക്കുക എന്ന വാദം നിലനിൽക്കുന്നതല്ല. കാരണം സ്ഥലം പോലീസ് ഇൻസ്പെക്ടറാണ് ഒന്നാം സാക്ഷി. യുവർ ഓണർ, ഈ കാരണങ്ങൾ കാട്ടി ജാമ്യം നിഷേധിക്കാൻ ആവശ്യപ്പെടുന്നത് പോലീസാണ്. അങ്ങനെയെങ്കിൽ സാക്ഷിയെ പ്രഥമ വിസ്താരത്തിന് അനുവദിക്കണമെന്നാണ് എന്റെ ആവശ്യം. യെസ്, പ്രൊസീഡ്.
സബ് ഇൻസ്പെക്ടർ രാജശേഖരൻ, സബ് ഇൻസ്പെക്ടർ രാജശേഖരൻ, സബ് ഇൻസ്പെക്ടർ രാജശേഖരൻ. കൊല്ലപ്പെട്ട റോയിയെ കുറ്റം ആരോപിക്കപ്പെട്ടിരിക്കുന്ന മാത്യൂസ് കൊല ചെയ്യുന്നത് നിങ്ങൾ കണ്ടു അല്ലേ? അതെ. ജാമ്യം കിട്ടിയാൽ പ്രതി തെളിവുകൾ നശിപ്പിക്കും എന്ന് നിങ്ങൾ ഭയപ്പെടുന്നു. അതെ. നിങ്ങളുടെ കൈവശമുള്ള തെളിവുകൾ പ്രതി നശിപ്പിക്കുമെന്ന് പറഞ്ഞാൽ അത് നിങ്ങളുടെ കഴിവുകളുണ്ടായിരിക്കില്ലേ? പ്രതി പ്രലോഭിപ്പിച്ചോ ഭീഷണിപ്പെടുത്തിയോ തെളിവുകൾ നശിപ്പിക്കുമെന്നാണ് നിങ്ങൾ പറയുന്നത്. അതിന്റെ അർത്ഥം ഈ കേസിന്റെ പ്രധാന സാക്ഷിയായ നിങ്ങൾ പ്രലോഭനങ്ങൾക്ക് മയങ്ങുന്നവനും ഭീഷണിയിൽ ഭയപ്പെടുന്നവനുമാണെന്ന് തുറന്നു സമ്മതിക്കുക. ഒരു പോലീസ് ഉദ്യോഗസ്ഥൻ എന്ന നിലയിൽ നിങ്ങൾ ചാർജ് ചെയ്തിട്ടുള്ള പല കേസുകളും ശിക്ഷിക്കപ്പെടാൻ പോയതിന്റെ രഹസ്യം നിങ്ങളെ പ്രലോഭിപ്പിച്ചിട്ടോ ഭീഷണിപ്പെടുത്തിയിട്ടോ ആയിരിക്കുമല്ലേ? ഐ ഒബ്ജക്ട് യുവർ ഓണർ. ഒബ്ജക്ഷൻ സസ്റ്റെയിൻഡ്. ഇത്തരം ആരോപണങ്ങൾക്കുള്ള പ്രസക്തിയില്ല. പ്രശ്നങ്ങളുടെ ഗൗരവം എന്റെ ആരോപണങ്ങൾക്ക് പ്രസക്തി ഉണ്ടാക്കുന്നു. ഉത്തരവാദിത്തപ്പെട്ട ഒരു പോലീസ് ഉദ്യോഗസ്ഥന്റെ ഇത്തരം കഴിവുകേട് ഒരുപക്ഷെ ഒരു നിരപരാധിയെ കഴിവരം കയറ്റാൻ കാരണമായേക്കാം. ഈ കേസിലെ പ്രതി മുൻ കുറ്റവാളി എന്നതോ ജാമ്യം കിട്ടിയാൽ തെളിവുകൾ നശിപ്പിക്കുമെന്നതോ കോടതിയിൽ നിലനിൽക്കുന്ന വാദമല്ല. പ്രതികാരമാണ് പ്രതിയുടെ വികാരം. വിട്ടയക്കപ്പെട്ടാൽ ഇനിയും കൊലപാതകങ്ങൾ ഉണ്ടാകാനാണ് സാധ്യത. ഉണ്ടാകാവുന്ന കുറ്റങ്ങൾ മുൻകൂട്ടി കാണാനും ആ തടയാനുമുള്ള കഴിവ് നമ്മുടെ പോലീസിനുണ്ടെന്ന് അറിയുന്നതിൽ സന്തോഷം. പക്ഷേ ഇത് രണ്ടും ഇവിടെ നടക്കാറില്ല. നടന്നിരുന്നെങ്കിൽ നമ്മുടെ കോടതികളിൽ കേസ് കെട്ടുകൾക്കൊന്നും കൂടില്ല. നമ്മുടെ ജയിലറകൾ ശിക്ഷിക്കപ്പെട്ടവരെ കൊണ്ട് നിറഞ്ഞു കവിയില്ല. ഇത്തരം മഹത്തായ നീതിന്യായ സ്ഥാപനങ്ങൾ പോലും ഉപയോഗമില്ലാതാകുമായിരുന്നു. കുറച്ചുകൂടി വ്യക്തമാക്കിയാൽ ഈ കേസിന് കാരണമായ റോയിയുടെ കൊലപാതകം ഒഴിവാക്കാമായിരുന്നു. റോയിയാൽ ബലാത്സംഗം ചെയ്ത് കൊല്ലപ്പെട്ട ഒരു സാധു പെൺകുട്ടിയുടെ ജീവനും മാനവും രക്ഷിക്കാമായിരുന്നു. നമ്മുടെ പോലീസിന്റെ ഭാവനകൾ പലതും ശരിയെന്ന പോലെ തന്നെ പകുതിയിലേറെ തെറ്റാണ്. ഇത്തരം തെറ്റായ കണക്കൂട്ടലാണ് പ്രതിയുടെ ജാമ്യ നിഷേധത്തിന് കാരണമാക്കുന്നത്. ബഹുമാനപ്പെട്ട കോടതിയുടെ ദയക്കും ജാമ്യത്തിനും എന്റെ കക്ഷി അർഹനാണെന്നുള്ളതാണ് എനിക്ക് ബോധിപ്പിക്കാനുള്ളത്. ദാറ്റ്സ് ഓൾ യുവർ ഓണർ. ജാമ്യവാദത്തുമേലുള്ള തീർപ്പ് കൽപ്പന അടുത്ത 12-ാം തീയതി. മത്തായിക്ക് ജാമ്യം കിട്ടരുതെന്ന് ആഗ്രഹിച്ചത് ഞാൻ അവനെ സ്നേഹിക്കുന്നതുകൊണ്ടാണ്. അവനെ കൈവിനും കൂടെ കാണാനുള്ള കരുത്ത് എനിക്കുമില്ലടാ. ആ കൈകളിൽ വിലങ്ങിടുമ്പോൾ എനിക്കുള്ള വേദന നീ ഒന്ന് മനസ്സിലാക്കൂ. മത്തായിയുടെ കൈകൾ സ്വതന്ത്രമായാൽ എനിക്ക് നിനക്കും അവൻ നഷ്ടപ്പെടും. രാജാ, ഏത് നിമിഷവും പൊട്ടിത്തെറിക്കാവുന്ന ഒരു അഗ്നിപർവ്വതമാണ് അവൻ. കൂടുതൽ കുറ്റങ്ങളിൽ നിന്ന് അവനെ പിന്തിരിപ്പിക്കാൻ ഞാൻ മറ്റൊരു മാർഗവും കണ്ടില്ല. നിങ്ങൾ എന്താ മനുഷ്യ പറയുന്നത്? മരിച്ചത് എന്റെ മകനാണ്. കൊന്നവനെ രക്ഷിക്കാൻ എന്റെ അഡ്വക്കേറ്റ് പോകുമെന്ന് വെച്ചാൽ? ഒരു വക്കീൽ എന്ന നിലയിൽ എന്റെ സ്വാതന്ത്ര്യം ആർക്കും തീരെഴുതി തന്നിട്ടില്ല. എനിക്കിഷ്ടമുള്ളവർക്ക് വേണ്ടി ഞാൻ ബാധിക്കും. ഓ മിസ് ഇന്ദ്രപാലൻ, ഐ ഷാൽ ട്രൈ ടു റിഫ്രഷ് യുവർ മെമ്മറി. ഇതേ മുറിയിൽ വെച്ച് മുൻപൊരിക്കൽ നിങ്ങൾ പറഞ്ഞു നിങ്ങൾ എന്റെ അഡ്വക്കേറ്റ് ആണെന്ന്. നിങ്ങൾ ചെറുപ്പമാണ്, ഇനി വളരെ കാലം ജീവിക്കണം. ദേഷ്യപ്പെടുത്തിയാണോ? സോറി, മറ്റു വഴികൾ നിങ്ങൾ അടയ്ക്കുന്നു. ആ, കഴിഞ്ഞത് കഴിഞ്ഞു. ഇനിയെങ്കിലും അനുസരിക്കും. മിസ്റ്റർ അലക്സാണ്ടർ, ആത്മാഭിമാനം പറ്റി 50 വർഷം ജീവിക്കുന്നതിനേക്കാൾ ഭേദമാണ് അന്തസ്സോടുകൂടിയുള്ള മരണം. ഐ ആം റെഡി ടു ഫേസ് ഇറ്റ്. ഇന്നു മുതൽ ഞാൻ നിങ്ങളുടെ വക്കീലല്ല. സോ ഗുഡ് ബൈ. സോ യു മീൻ ഇറ്റ് കൗൺസിലർ? ഗുഡ് ലക്ക്. വക്കീൽ സർ, മാത്യൂസിന് ജാമ്യം കിട്ടുമോ? വാദം കേട്ടതിന് ശേഷം ജാമ്യക്കാരുണ്ടെങ്കിൽ ഒരുപക്ഷെ കിട്ടിയേക്കാം. കേട്ടോ മുതലാളി, മത്തായിക്ക് ജാമ്യം കിട്ടുമെന്നാണ് കേൾക്കുന്നത്. എങ്ങനെ കിട്ടാതിരിക്കും? ഇന്ദ്രവാദത്തിന്റെ വാദം എന്തായിരുന്നു? കോഴി വഴിയ പോലെ അയ്യോ വഴിയത്. ബുദ്ധി തന്റെ ഇവിടെ നിന്ന് ഇറങ്ങിയതായിരിക്കും. അത് പിന്നെ ഇറക്കാതിരിക്കാൻ പറ്റുമോ? ഉറക്കൊഴിഞ്ഞിരുന്ന് നിയമം പഠിച്ചാലും വകുപ്പ് പിടി കിട്ടാതെ വരുമ്പോ എന്നോട് ചോദിച്ചു. എത്രയായാലും എന്നെ വിശ്വസിച്ച് എന്റെ കൂടെ നിൽക്കുന്ന പയ്യനാണല്ലോ വക്കീലെന്ന് വിചാരിച്ച് ഞാൻ. എടാ, തിന്ന ചോറിന് നന്ദി വേണം. അയ്യോ, ഞാൻ ഒന്നും പറഞ്ഞു കൊടുക്കാറില്ല. ഈ കേസിൽ നിങ്ങൾ ഒരു കേസിൽ ഞാനൊന്നും പറഞ്ഞു കൊടുക്കാറില്ല. നിർത്തോ? നിർത്തി. എന്നെ വിശ്വസിക്കണം മുതലാളി, ഞാനൊന്നും പറഞ്ഞു കൊടുത്തിട്ടില്ല. അല്ലെങ്കിൽ തന്നെ എന്റെ അടുത്ത് നേരെ വഴിക്ക് ഒന്നുമില്ലെന്ന് മുതലാളിക്ക് എല്ലാം അറിയാമല്ലോ. അവന് ജാമ്യം കിട്ടാതിരിക്കാൻ എനിക്കൊരു വഴി തോന്നുന്നു.
പറഞ്ഞത് കോടതി തീരുമാനിച്ചാലും ജാമ്യത്തിൽ എടുക്കാൻ ആളില്ലെങ്കിൽ അവൻ എങ്ങനെ വെളിയിൽ വരും? അല്ല, ഈ നാട്ടിലെ മുതലാളിയെ ധിക്കരിച്ച് അവനെ ജാമ്യത്തിൽ എടുക്കാൻ ഒരാളും വരില്ല, അത് ഉറപ്പാണ്. ശരിയാണ്. അവന് ജാമ്യം നിൽക്കാൻ പോകുന്ന പട്ടികൾ ആരാണെന്ന് ഞാനൊന്ന് നോക്കട്ടെ. ഞാനും നോക്കട്ടെ. ഈ കേസിലെ പ്രതി ജാമ്യത്തിന് അർഹനാണെന്ന് കോടതി കരുതുന്നു. ജാമ്യക്കാർ ആരാണ്? എന്താണ് പേര്? ഉത്തരവ്. നമ്മുടെ പേര് പോക്കർകുട്ടി എന്നാ. അടുത്ത ജാമ്യക്കാരൻ ആരാണ്?